ഹലോ ഫ്രണ്ട്സ്, ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കക്ക തോരനാണ്. ആദ്യം തന്നെ കറിച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഓൾ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കണം. സ്പൈസസ് എല്ലാം മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവാള എന്നിവ കൂടി ചേർത്ത് വഴറ്റിയെടുക്കണം. ഇവ മൂത്ത് വന്നതിന് ശേഷം അടുത്തതായി നമുക്ക് ചേർക്കേണ്ടത് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മസാലപ്പൊടിയാണ്. അതുകൂടി നമുക്ക് ചേർത്ത് വഴറ്റി പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി കഴുകി വൃത്തിയായി വെച്ച കക്കയിറച്ചി കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് കക്കയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. നമ്മൾ ഈ സമയത്ത് വെള്ളം വേറെ ചേർക്കുന്നില്ല, കാരണം കക്കയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുന്നതാണ്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് 2 പച്ചമുളക്, അരമുറി തേങ്ങ, മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ക്രഷ് ചെയ്തെടുത്ത കൂട്ട് നമുക്ക് വെന്തിരിക്കുന്ന കക്കയിറച്ചിയിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കണം. തേങ്ങയുടെയും പച്ചമുളകിൻ്റെയും പച്ച കുത്ത് മാറുന്നത് വരെ നന്നായി ഇളക്കി യോജിപ്പിച്ച് അല്പസമയം കൂടി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കക്കത്തോരൻ ഉണ്ടാക്കുമ്പോൾ മാക്സിമം ഒരുപാട് മസാലകൾ ചേർക്കാതെ മിനിമൽ മസാലയിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാൻ നോക്കുക.